വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഹാഫ് എ ഡേ ആണ്. ഹാഫ് എ ഡേ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അത് എഴുതിയിരിക്കുന്നത് നജീബ് മഹ്ഫൂസ് ആണ്. നമുക്ക് ഓഥറിനെ ഒന്ന് പരിചയപ്പെടാം. നജീബ് മഹ്ഫൂസ് വാസ് ബോൺ ഇൻ ഓൾഡ് കെയ്റോ, ഈജിപ്റ്റ് in 1911. After receiving his bachelor's degree in philosophy from Cairo University in 1934, he joined the Egyptian civil service. He is regarded as one of the most important writers in Arabic literature. He was the first Egyptian and the first Arab writer to win the Nobel Prize in Literature. He published 35 novels, around 350 short stories, and 26 screenplays. He died on 30th August 2006. അദ്ദേഹം ഈജിപ്തിലെ ഓൾഡ് കെയ്റോയിലാണ് ജനിക്കുന്നത്. 1934 കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ലഭിച്ചു. അദ്ദേഹം അതിനുശേഷം ഈജിപ്ഷ്യൻ സിവിൽ സർവീസിൽ ജോയിൻ ചെയ്തു. അദ്ദേഹത്തെ അറാബിക് ലിറ്ററേച്ചറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്റർ എന്നറിയപ്പെടുന്നു. 35 നോവൽസ്, 350 ഷോർട്ട് സ്റ്റോറീസ്, 26 സ്ക്രീൻ പ്ലേസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നത് 30th ഓഗസ്റ്റ് 2006 ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. ഹാഫ് എ ഡേ ബൈ നജീബ് മഹ്ഫൂസ്. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. All my clothes were new, the black shoes, the green school uniform, and the red tarbush. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. Second paragraph. My mother stood at the window watching us, and I would turn towards her from time to time, appealing for help. We walked along a street lined with gardens. On both sides were extensive fields planted with crops, prickly pears, henna trees, and a few date palms. Why school? I challenged my father openly. I shall never do anything to annoy you. ഇവിടെ യങ് ബോയുടെ മദർ വിൻഡോയിൽ കൂടെ തൻ്റെ കുട്ടിയെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. ഈ യങ് ബോയ് ഇടയ്ക്കിടയ്ക്ക് തൻ്റെ അമ്മയെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടി അമ്മയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സഹായത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. എന്നിട്ട് അവർ വീണ്ടും സ്കൂളിലേക്ക് നടന്നു പോകുന്നു. അപ്പോൾ വഴിയിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഇവിടെ നറേറ്റർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. അവർ ഒരു സ്ട്രീറ്റിലൂടെയാണ് നടന്നു പോകുന്നത്. ഗാർഡൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോത്ത് സൈഡ്സ് വെയർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ്. രണ്ട് സൈഡിലും വലിയ ഫീൽഡുകളുണ്ട്. അവിടെ ക്രോപ്സ് ധാരാളം കാണാം. പ്രിക്ലി പിയേഴ്സ് കള്ളിമുൾ ചെടി. ഹെന്ന ട്രീസ് കാണാം. ഡേറ്റ് പാംസ് ഈന്തപ്പന. അങ്ങനെ മനോഹരമായ ഒരു സ്ട്രീറ്റിലൂടെയാണ് ഇവർ സ്കൂളിലേക്ക് നടന്നു പോകുന്നത്. വൈ സ്കൂൾ? ഐ ചാലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. കുട്ടി ഇവിടെ അച്ഛനെ ചാലഞ്ച് ചെയ്യുകയാണ്. എന്തിനാണ് എന്നെ സ്കൂളിലേക്ക് അയക്കുന്നത്? ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. അച്ഛനെ അമ്മയെ ശല്യപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ഞാനിനി ചെയ്യത്തില്ല. ഇതുവരെ ഞാൻ ചെയ്തിട്ടുമില്ല, ഇനി ഞാൻ ചെയ്യത്തുമില്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. തേർഡ് പാരഗ്രാഫ്. ഐ എം നോട്ട് പണിഷിങ് യു, ആം ഐ? ഹി സെഡ് ലാഫിങ്. സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. It's the factory that makes useful people out of children. Don't you want to grow up? ഇവിടെ അച്ഛൻ കുട്ടിക്ക് മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണാം. കുട്ടിയോട് അച്ഛൻ പറയുകയാണ്, ഐ എം നോട്ട് പണിഷിങ് യു. ഞാൻ നിന്നെ പണിഷ് ചെയ്യുകയൊന്നുമല്ല. നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? സ്കൂൾ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് ഒന്നുമല്ല, ഇതൊരു ഫാക്ടറിയാണ്. ഇവിടെ സ്കൂളിനെ അദ്ദേഹം ഫാക്ടറിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. സ്കൂൾ ഒരു ഫാക്ടറിയാണെന്നും ആ ഫാക്ടറിയിൽ നിന്നും
യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റുകൾ പുറത്തു വരുമെന്നും അച്ഛൻ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നു, ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വളർന്ന് വലുതാകണ്ടേ? 4th paragraph. I was not convinced. I didn't believe there was really any good to be had in cheering me away from the intimacy of my home and throwing me into this building. It looked like some huge, high-walled fortress, stern and grim. ഇവിടെ ഈ അച്ഛൻ കുട്ടിയെ എന്തൊക്കെയോ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സ്കൂള് പണിഷ്മെൻ്റ് അല്ലെന്നും അത് വളരാനുള്ള ഇടമാണെന്നുമൊക്കെ പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്താനായിട്ട് അച്ഛൻ ശ്രമിക്കുന്നു. പക്ഷേ കുട്ടി അത് മനസ്സിലാക്കാൻ തയ്യാറല്ല. എന്നിട്ട് കുട്ടി പറയുകയാണ്, അവന് ഏറ്റവും കൂടുതൽ ഇൻറ്റിമസി ഉള്ളത് തൻ്റെ വീടിനോടാണ്. എന്നിട്ട് അവിടെ നിന്ന് എന്നെ എന്തിനാണ് ഈ സ്കൂളിലേക്ക് തള്ളിവിടുന്നത് എന്ന് ആ കുട്ടി അച്ഛനോട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. കുട്ടി പറയുന്നു, ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് സം ഹ്യൂജ് ഹൈ വോൾഡ് ഫോർട്രസ് സ്റ്റേൺ ആൻഡ് ഗ്രിം. ഇവിടെ കുട്ടി സ്കൂളിനെ ഒരു ജയിലായിട്ടാണ് കാണുന്നത്. വലിയ ഭിത്തികളുള്ള വലിയ ഒരു കോട്ട പോലെ സ്കൂളിനെ ആ കുട്ടി കാണുന്നു, ഒരു ജയിലായിട്ട് മനസ്സിലാക്കുന്നു. 5th paragraph. When we arrived at the gate, we couldn't see the courtyard, vast and cramped, full of boys and girls. Go in by yourself, said my father, and join them. Put a smile on your face and be good example to others, won't you? അങ്ങനെ രണ്ടുപേരും കൂടെ സ്കൂളിൻ്റെ ഗേറ്റിലെത്തി. അപ്പോൾ ഗേറ്റിലെത്തുമ്പോൾ വലിയ കാഴ്ചകളൊക്കെ ആ കുട്ടി കാണുന്നുണ്ട്. വലിയ വിശാലമായ ഒരു കോർട്ട്യാർഡ്, ആ മുറ്റത്ത് നിറയെ ഗേൾസ് ആൻഡ് ബോയ്സ് ഉണ്ട്. എന്നിട്ട് കുട്ടിയോട് അച്ഛൻ പറയുകയാണ്, ഗോ ഇൻ ബൈ യുവർ സെൽഫ്, ഇനി നീ തന്നെ പൊയ്ക്കൊള്ളൂ. ആൻഡ് ജോയിൻ ദം, അവിടെയുള്ള കുട്ടികളോടൊപ്പം നീ പോകൂ, ജോയിൻ ചെയ്യൂ. എന്നിട്ട് മറ്റൊരു നിർദ്ദേശം കൂടെ കൊടുക്കുന്നു, പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്, നിൻ്റെ മുഖത്ത് എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഒരു ചിരി ഉണ്ടായിരിക്കണം. ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്, നീ മറ്റുള്ളവർക്കൊരു എക്സാമ്പിൾ ആയിരിക്കണം. അപ്പോൾ കുട്ടിക്ക് കൊടുക്കാവുന്ന അഡ്വൈസൊക്കെ ആ അച്ഛൻ കുട്ടിക്ക് കൊടുക്കുകയാണ് ഇവിടെ. 6th paragraph. I hesitated and clung to his hand, but he gently pushed me from him. Be bold, he said. Today you truly begin life. You will find me waiting for you when it's time to leave. ഈ പാരഗ്രാഫിൽ ഈ കുട്ടിയും തൻ്റെ അച്ഛനും സ്കൂളിൽ എത്തിയിരിക്കുന്നു. എന്നിട്ട് കുട്ടിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ അച്ഛൻ കൊടുക്കുകയാണ് ഇവിടെ. എന്നിട്ട് പറയുന്നു, ബി ബോൾഡ്, നീ നല്ല ധൈര്യമുള്ളവനായിരിക്കണം, ബോൾഡായിരിക്കണം. ടുഡേ യു ട്രൂലി ബിഗിൻ യുവർ ലൈഫ്, ഇന്ന് നീ നിൻ്റെ ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. നിങ്ങളെ വിടുന്ന സമയമാകുമ്പോൾ, സ്കൂള് വിടുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇവിടെ കാണും. അതുകൊണ്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട, ബി ബോൾഡ്. 7th paragraph. I took a few steps, then stopped and looked, but saw nothing. Then the faces of boys and girls came into view. I didn't know a single one of them. None of them knew me. I felt I was a stranger who had lost his way. But glances of curiosity were directed towards me, and a boy approached and asked, "Who brought you?" "My father," I whispered. "My father is dead," he said quite simply. കുട്ടി ക്ലാസ്സിലേക്ക് കയറാൻ തൻ്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുമ്പോൾ ഒരു നിമിഷം താൻ അവിടെ നിന്ന് എല്ലാവരെയും ഒന്ന് നോക്കുന്നു. ആ സമയത്ത് അവൻ മനസ്സിലാക്കി, ഞാനിവിടെ ഒരു സ്ട്രേഞ്ചറാണ്. ധാരാളം ഗേൾസ്, ധാരാളം ബോയ്സ് ആ സ്കൂളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു. അവരുടെ എല്ലാം മുമ്പിൽ താനൊരു അപരിചിതനായിട്ട് തനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല, ധാരാളം കുട്ടികൾ തന്നെ ഒരു സ്ട്രേഞ്ചറിനെ പോലെ നോക്കുന്നതായിട്ടും അവൻ അനുഭവപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ യങ് ബോയുടെ അടുക്കിലേക്ക് മറ്റൊരു കുട്ടി ഓടി വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, "ഹൂ ബ്രോട്ട് യു?" നിന്നെ ആരാ കൊണ്ടുവന്നേ? "മൈ ഫാദർ," എൻ്റെ അച്ഛനാണ്. "മൈ ഫാദർ ഹാസ് ഡെഡ്," എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ആ കുട്ടി ഈ യങ് ബോയിയോട് സിമ്പിളായിട്ട് പറഞ്ഞു. I didn't know what to say. The gate was closed, letting out a pitiable screech. Some of the children burst into tears. The bell rang. A lady came along, followed by a group of men.
The men began sorting us into ranks. അപ്പോൾ അവന് തിരിച്ച് എന്ത് റിപ്ലൈ കൊടുക്കണമെന്ന് ഒന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും ഗേറ്റ് അടച്ചു. എല്ലാ കുട്ടികളെയും ക്ലാസ്സിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ധാരാളം കുട്ടികൾ കരയുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ക്ലാസ്സിലേക്ക് ഒരു ലേഡി കുറച്ച് ജെൻ സ്റ്റാഫുമായിട്ട് അവിടേക്ക് കയറി വരുന്നു. "This is your new home," said the woman. "Here too there are mothers and fathers. Here there is everything that is enjoyable and beneficial to knowledge and life. Dry your tears and face life joyfully, won't you?" ക്ലാസ് റൂമിലേക്ക് കയറി വന്നത് ഒരു ടീച്ചറായിരിക്കാം. അവൻ്റെ ക്ലാസ് ടീച്ചറായിരിക്കാം ആ ക്ലാസ്സിലേക്ക് കയറി ചെന്നത്. ആ ലേഡി കുട്ടികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അവരെയൊക്കെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലേഡി കുട്ടികളോടായിട്ട് പറയുന്നു, "This is your new home." ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. "Here too there are mothers and fathers." നിങ്ങൾക്ക് ധാരാളം അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. "Here there is everything that is enjoyable." ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് നോളജ് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. അതുകൊണ്ട് ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. ഇനി കരയൊന്നും വേണ്ട. എല്ലാവരും കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ച് മിടുക്കരായിട്ടിരിക്കാൻ ആ ടീച്ചർ ആ കുട്ടികളോടായിട്ട് പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ്. "We submitted to the facts, and this submission brought a sort of contentment. Living beings are drawn to other living beings, and from the first moment my heart made friends with such boys as were to be my friends, and fell in love with such girls as I was to be in love with. Then it seemed to me my misgivings had no basis." ഈ പാരഗ്രാഫിൽ നമ്മുടെ ആ യങ് ബോയ് കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതായിട്ട് കാണാം. അവൻ്റെ കൂടെ കൂട്ടുകാരായി ബോയ്സിനെ ഗേൾസിനെ ഒക്കെ അവൻ അംഗീകരിക്കാൻ തുടങ്ങി. അവന് സ്കൂളിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ആശങ്കകൾക്കൊന്നും ഇപ്പോൾ സ്ഥാനമില്ല എന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ധാരാളം ബോയ്സിനെ അവന് ഫ്രണ്ട്സായിട്ട് കിട്ടി. ഗേൾസുമായിട്ട് അവൻ സ്നേഹത്തിലാകുന്നു. അങ്ങനെ എല്ലാം അവൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് പാരഗ്രാഫ്. "I had never imagined school would have this rich variety. We played all sorts of games, swings, the vaulting horse, ball games. In the music room, we chanted our first song. We also had our first introduction to language. We saw a globe of earth which revolved and showed the various continents and countries. We started learning the numbers. We ate delicious food, took a little nap, and woke up again and go on with friendship and love, play and learning." യങ് ബോയ് ഇപ്പോൾ തൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സ്കൂൾ ഇത്രയധികം വ്യത്യസ്തതകൾ നിറഞ്ഞതാണെന്ന് അവൻ മനസ്സിലാക്കിയത്. "വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്." വിവിധ തരത്തിലുള്ള ഗെയിമുകൾ കളിച്ചു. സ്വിങ്സ്, വോൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ്, അങ്ങനെ ഗെയിമുകളൊക്കെ കളിച്ചു. പിന്നെ ഇൻ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. ആദ്യത്തെ സോങ് അവർ ആ സ്കൂളിൽ വെച്ച് പഠിച്ചു, പാടി. ദെൻ വി ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ലാംഗ്വേജ് ടീച്ചേഴ്സ് ക്ലാസ്സുകളിൽ വന്നു. ലാംഗ്വേജുകളുടെ ഫസ്റ്റ് ലെസൺസ് അവർ പഠിച്ചു. വി സോ എ ഗ്ലോബ് ഓഫ് എർത്ത്. സോഷ്യൽ സയൻസിൻ്റെ ടീച്ചർ വന്നു, ഗ്ലോബ് കാണിച്ചു. കോണ്ടിനെൻറ്റ്സ്, കൺട്രീസൊക്കെ അവർ കണ്ടു. ദെൻ വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ അവിടെ എത്തി. അവർ നമ്പേഴ്സ് പറഞ്ഞു കൊടുത്തു. പിന്നെ ഡെലീഷ്യസ് ഫുഡ് കഴിച്ചു. അതിനുശേഷം ഒന്ന് മയങ്ങി വീണ്ടും എഴുന്നേൽക്കുകയും കളിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ സ്കൂള് ഇത്രയധികം വെറൈറ്റീസ് ഉള്ളതാണെന്ന് ഇപ്പോഴാണ് നമ്മളുടെ യങ് ബോയ് മനസ്സിലാക്കുന്നത്. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. Dazzled winds and unexpected accidents could happen suddenly, so we had to be watchful and very patient. It was not all a matter of playing and fooling around. Rivalries could bring about pain and hatred or give rise to fighting.
And while the woman would sometimes smile, she would often scowl and scold. Even more frequently, she would resort to physical punishment. അങ്ങനെ ആ സ്കൂളിൽ അവൻ വിവിധ വ്യത്യസ്തതകളൊക്കെ ആസ്വദിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് അവൻ മനസ്സിലാക്കുന്നു, സ്കൂളെന്ന് പറയുന്നത് എപ്പോഴും മധുരം നിറഞ്ഞ അനുഭവങ്ങൾ മാത്രമുള്ളതല്ല. ഡസ്റ്റ് ലേഡൻ വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ് കുഡ് ഹാപ്പൻ. ഡസ്റ്റ് ലേഡൻ വിൻസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രതീക്ഷിക്കാത്ത പലതും, പല ആക്സിഡൻസും സംഭവിക്കാം എന്ന് കുട്ടി മനസ്സിലാക്കി. എപ്പോഴും നമ്മുടെ സ്കൂൾ ലൈഫ് സ്വീറ്റ് ആയിരിക്കത്തില്ല, ചില പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുമൊക്കെ സംഭവിച്ചേക്കാം. ഇവിടെ ഈ പാരഗ്രാഫൊക്കെ നമ്മുടെ ലൈഫിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ മിഡിൽ ഏജിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര സ്വീറ്റ് ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം എന്നാണ് നെറേറ്റർ ഉദ്ദേശിക്കുന്നത്. It was not all matter of playing and fooling around. Rivalries could happen about pain and hatred or give rise to fighting. പലപ്പോഴും എതിർപ്പുകൾ ഉണ്ടാകാറുണ്ട്, വെറുപ്പുകൾ ഉണ്ടാകാറുണ്ട്, കുട്ടികളുടെ ഇടയിൽ ഫൈറ്റ്സ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ എപ്പോഴും സ്വീറ്റ്നെസ് മാത്രമല്ല അനുഭവിക്കുന്നത്, സങ്കടങ്ങളും സ്കൂൾ ലൈഫിൽ ഉണ്ടായി എന്നാണ് നറേറ്റർ പറയുന്നത്. And while the woman would sometimes smile, she would often scowl and scold. Even more frequently, she would resort to physical punishment. ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ്സിൽ വരുമ്പോൾ ചില സമയങ്ങളിലൊക്കെ സ്വീറ്റാണ്, ചില സമയങ്ങളിൽ അവർ ദേഷ്യപ്പെടാറുണ്ട്, ചില സമയങ്ങളിലൊക്കെ ഫിസിക്കൽ പണിഷ്മെൻറ്റ് പോലും കിട്ടാറുണ്ട്. അപ്പോൾ എപ്പോഴും സ്കൂൾ ആസ്വാദകരം ആയിരുന്നില്ല, പണിഷ്മെൻ്റൊക്കെയും കിട്ടിയിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലൈഫുമായിട്ടുള്ള ഒരു കമ്പാരിസനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. The bell rang, announcing the passing of day and at the end of work. അങ്ങനെ അന്ന് ബെല്ലടിച്ചു, വീട്ടിലേക്ക് പോകാനുള്ള അനൗൺസ്മെൻ്റ് അവർ കേട്ടു. The throngs of children rushed towards the gate, which was opened again. I bade farewell to friends and sweethearts and passed through the gate. I peered around but found no trace of father, who had promised to be there. അപ്പം ഈവനിങ് ബെല്ലടിച്ചപ്പോഴേക്കും കുട്ടികളെല്ലാം ഗേറ്റിലൂടെ ഓടാൻ തുടങ്ങി. എല്ലാവരും വീട്ടിലേക്ക് വളരെ വേഗത്തിൽ ഓടി. നമ്മുടെ യങ് ബോയും കൂട്ടുകാർക്കൊക്കെ ബൈ ബൈ പറഞ്ഞ് അവനും ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് മുന്നേയുള്ള പാരഗ്രാഫിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞിരുന്നു, വൈകുന്നേരം വിടാറാകുമ്പോഴേക്കും ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഉണ്ടായിരിക്കുമെന്ന്. ആ ഒരു പ്രതീക്ഷയിൽ ഈ യങ് ബോയ് അച്ഛനെ അവിടെ തിരയുകയാണ്. പക്ഷേ അച്ഛനെ അവിടെ അവന് കാണാനായിട്ട് സാധിക്കുന്നില്ല. I stepped aside to wait. അവൻ തീരുമാനിച്ചു കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യാം. When I had waited for a long time without avail. പക്ഷെ അവൻ കുറേ നേരം വെയിറ്റ് ചെയ്തു, ഗുണമൊന്നും ഉണ്ടായില്ല. I decided to return home on my own. അങ്ങനെ അവൻ തീരുമാനിക്കുകയാണ്, ഇനി അച്ഛനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, വീട്ടിലേക്ക് പോയേക്കാം. After I had taken a few steps, a middle-aged man passed by. And I realized at once that I knew him. He came towards me smiling and shook me by the hand, saying, "It's a long time since we last met. How are you?" With a nod of my head, I agreed with him and in turn asked, "And you, how are you?" As you can see, not all that good. The Almighty be praised. അങ്ങനെ തനിയെ വീട്ടിലേക്ക് പോകാൻ ആ കുട്ടി തീരുമാനിച്ച് നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഈ കുട്ടിയുടെ അടുക്കിലേക്ക് വരുന്നു. ഇവനെ നേരത്തെ അറിയാവുന്ന ഒരു കുട്ടിയാണ്, ഒരു മാനാണത്. അദ്ദേഹം ഇവൻ്റെ അടുക്കിലേക്ക് ചിരിച്ചുകൊണ്ട് വന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് അവനോട് സംസാരിക്കുന്നു. എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുട്ടി അവനോട് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു, താങ്കൾ സുഖമായിട്ടിരിക്കുന്നോ എന്ന് തിരിച്ച് ചോദിക്കുന്നു. മറുപടിയായിട്ട് ആ മിഡിൽ ഏജ്ഡ് മാൻ പറയുന്നു, അത്ര സുഖമൊന്നുമല്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു.
Again he shook me by the hand and went off. I proceeded a few steps, then came to a startled halt. അപ്പോൾ ഈ കുട്ടി തൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോകുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഈ പാരഗ്രാഫിൽ കാണുന്നത്. ഗുഡ് ലോർഡ്, where was the street lined with garden? അപ്പം അവൻ അത്ഭുതപ്പെടുകയാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. ആ ഗാർഡനൊക്കെ എന്ത് ചെയ്യും? Where had it disappeared? ആ ഗാർഡനൊക്കെ എവിടെ പോയി? When did all this vehicle invade it? ഇപ്പോൾ ഈ റോഡിലെല്ലാം ഭയങ്കര തിരക്കാണല്ലോ, ധാരാളം വാഹനങ്ങളുണ്ടല്ലോ, എന്ത് പറ്റി? When did all these hordes of humanity come to live upon its surface? റോഡിലൊക്കെ ഭയങ്കരമായ തിരക്ക്, എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയധികം തിരക്കുണ്ടായിരിക്കുന്നത്? How did these hills of refuse come to cover its side? ഞാൻ സ്കൂളിലേക്ക് വരുമ്പോൾ ഈ പാതയുടെ ഇരുവശത്തും മനോഹരമായ ചെടികളും മനോഹരമായ ഗാർഡനുമൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. Where were the fields that bordered it? ഇവിടെ ഉണ്ടായിരുന്ന ഫീൽഡ്സ് ഒക്കെ എവിടെ പോയി? I hastened on to the crossroads between the garden and Abukoda. I had to cross Abukoda to reach my home, but the stream of cars would not let up. നമ്മുടെ യങ് ബോയ്ക്ക്, ഈ കുട്ടിക്ക് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അവന് ഈ റോഡ് ക്രോസ് ചെയ്തതിന് ശേഷം മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ വീട് ഗാർഡനും അബൂക്കോട എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ സ്ട്രീറ്റ് ഇൻ കെയ്റോയിലെ ഒരു സ്ട്രീറ്റിൻ്റെ പേരാണ്. ഈ അബൂക്കോടയ്ക്കും ഗാർഡനും ഇടയ്ക്കായിട്ടാണ് ഇവൻ്റെ വീടുള്ളത്. ഈ അബൂക്കോട ക്രോസ് ചെയ്ത് മാത്രമേ അവൻ്റെ വീട്ടിൽ അവന് എത്താൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അബൂക്കോട ക്രോസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ധാരാളം കാറുകളും വണ്ടികളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് റോഡിൽ. Fire engine siren was shrieking at full pitch as it moved at a snail's pace. വളരെ വേഗത്തിൽ കടന്നു പോകേണ്ട ഫയർ എഞ്ചിൻ പോലും സ്നെയിൽസ് പേസ്, ഒച്ചിഴയുന്നത് പോലെയാണിപ്പോൾ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയധികം റോഡിൽ തിരക്കാണ്. I said to myself, let the fire take its pleasure in what it consumes. Extremely irritated, I wondered when I would be able to cross. നമ്മളുടെ നറേറ്റർ വളരെയധികം ഇറിറ്റേറ്റഡ് ആണിപ്പോൾ. കാരണം തനിക്ക് തൻ്റെ വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഈ റോഡ് ക്രോസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അവൻ വിചാരിക്കുകയാണ്, എപ്പോൾ എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ സാധിക്കും? I stood there a long time. അങ്ങനെ അവൻ കുറേ നേരം ആ റോഡിൽ നിന്നു. Until young lad employed at the ironing shop on the corner came up to me. എത്ര നേരം നിന്നെന്ന് ഇവിടെ പറയുന്നുണ്ട്. എത്ര നേരം നിന്നു? തൊട്ടടുത്തുള്ള അയണിങ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു യങ് ലാഡ്, ഒരു ചെറിയ കുട്ടി തന്നെ സഹായിക്കാൻ എത്തുന്നത് വരെ താൻ അവിടെ നിന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ എൻഡിലെത്തുമ്പോഴേക്കും ബിഗിനിങ്ങിൽ കണ്ട ആ യങ് ബോയ് ഇപ്പോൾ ഒരു ഗ്രാൻഡ് പായായി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തനിക്ക് സ്വന്തമായിട്ട് ആ റോഡ് ക്രോസ് ചെയ്യാൻ സാധിക്കാത്തത്. സ്വന്തമായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ സാധിക്കാതെ താൻ അവിടെ മാറി നിൽക്കുകയാണ് ആരുടെയെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി. സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു യങ് ബോയ് എത്തുന്നു. ആ യങ് ബോയ് stretched out his arm and said gallantly, "Grandpa, let me take you across." അപ്പം യങ് ബോയ് ആയിരുന്ന നറേറ്റർ ഇപ്പോൾ ഓൾഡ് ഏജിലെത്തി. ഓൾഡ് ഏജിലായതുകൊണ്ടാണ് തന്നെ സഹായിക്കാൻ വന്ന ആ യങ് ലാഡ് ഗ്രാൻഡ് പാ എന്ന് അവനെ വിളിക്കുന്നത്. ഗ്രാൻഡ് പാ, ലെറ്റ് മീ ടേക്ക് യു ക്രോസ്, ഞാൻ താങ്കളെ ക്രോസ് ചെയ്യിക്കട്ടെ. ഈ ചാപ്റ്ററിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 3 ഫേസസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആദ്യത്തെ പാരഗ്രാഫുകളിൽ തൻ്റെ യങ് ഏജ്, സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി, പുതിയ യൂണിഫോമൊക്കെ ഇട്ട് വളരെ ദുഃഖവും സന്തോഷമൊക്കെ നിറഞ്ഞ മനസ്സോടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടി. 11 തൊട്ടുള്ള പാരഗ്രാഫുകൾ വായിക്കുമ്പോൾ നമുക്ക് മിഡിൽ ഏജ് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൽ വരുന്ന സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യുന്നതും അതുപോലെ തൻ്റെ അടുക്കിലേക്കൊരു മിഡിൽ ഏജ്ഡ് മാൻ കടന്നു വരുന്നതിലൂടെയും അതുപോലെ തൻ്റെ ജീവിതത്തിൽ
നേരിടേണ്ട ബിസി ഷെഡ്യൂളിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീട് ലാസ്റ്റ് പാരഗ്രാഫുകളിൽ വരുമ്പോൾ ആ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ ഓൾഡ് ഏജിലേക്ക് എത്തുകയാണ്. തനിക്ക് തനിയെ ക്രോസ് ചെയ്യാൻ സാധിക്കുന്നില്ല, തനിക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. നമ്മൾ ഓൾഡ് ഏജിലെത്തുമ്പോൾ ചെറിയ കുട്ടികളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതാണ് നമ്മൾ അവസാന ഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 3 സ്റ്റേജസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു അലിഗോറിക്കൽ സ്റ്റോറിയാണ്. അലിഗോറിക്കൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഹിഡൻ മീനിങ് ഉള്ള അല്ലെങ്കിൽ ഇന്നർ മീനിങ് ഉള്ള ഒരു സ്റ്റോറിയാണ്. ഇതിലൂടെ 3 സ്റ്റേജസ് ആണ് പറയാനായിട്ട് ഓഥർ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.